നല്ല കുളിര് പകർന്നുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് പെയ്തിറങ്ങിയ സന്ദർഭമാണിത്. മുതിർന ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് മുഅ്മിനീങ്ങൾ അവരുടെ നാവുകൊണ്ട് ചുണ്ടുകളെ കൊണ്ട് പറയണം. മുതിർന ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്തും ഔദാര്യവും കാരണമായി നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന്. മഴ തോർന്നാൽ പരിശുദ്ധ ഹബീബ് അങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു. മുതിർന ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് ഈ ഒരു വേദിയിൽ ബഹുമാനപ്പെട്ട മാണീർ ഉസ്താദ് അവറുകളിൽ ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി കടന്നു വരാനിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അതിന്റെ മുന്നോടിയായി മഹാന്മാരുടെ കാലടിപ്പാടുകൾ നമുക്ക് മാതൃകയാകുന്നു, നമുക്ക് വഴികാട്ടുന്നു എന്നതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്ത് മുഹമ്മദിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ ത്വാഹ റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് നൽകി എന്നതാണ്. ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വന്നുകൊണ്ട് കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദുആകൾ ദുആ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതശ് സമീഉൽ അലീം. അല്ലാഹുവേ, കഅബയുടെ നിർമ്മാണം നീ എൻ്റെ പക്കൽ നിന്നും എൻ്റെ ഇസ്മായിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും നീ സ്വീകരിക്കണേ റബ്ബേ. വലിയൊരു അമലാണ് ചെയ്തത്, അതിന് നിന്റെ ഖബൂലിയത്ത് അനിവാര്യമാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതശ് സമീഉൽ അലീം. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ, ഉമ്മത്തിലേക്ക് ഒരു പ്രവാചകനെ നീ ഇറക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവിനോടുള്ള ആത്മാർത്ഥമായ ദുആയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റേത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറയാറുമുണ്ടായിരുന്നു, അന ദഅവതു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആ കാരണം ഉണ്ടായ മോനാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇവിടെ ഒരു പ്രവാചകന്റെ വരവിന് വേണ്ടിയാണ്, മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ വരവിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരുപാട് ഗ്രന്ഥം അവതരിക്കണം, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഗ്രന്ഥങ്ങൾ അവതരിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള ദുആയല്ലല്ലോ. ആ ഗ്രന്ഥങ്ങൾ ആരുടെ മേലിലാണോ അവതരിക്കുന്നത് ആ ആൾ ഇങ്ങോട്ട് വരണം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ, ഒരു പ്രവാചകനെ നീ ഇങ്ങോട്ട് അയച്ചു തരണേ റബ്ബേ. എന്തിനായിരിക്കും ഒരു പ്രവാചകന്റെ സാന്നിധ്യം? പ്രവാചകന്റെ സാന്നിധ്യത്തിന്റെ പ്രധാനപ്പെട്ട ഹിക്മത്ത് എന്താണെന്ന് വെച്ചാൽ, ആ പ്രവാചകനെ ഒപ്പമുള്ള ആളുകൾ കണ്ടു പഠിക്കണം എന്നുള്ളതാണ് അതിന്റെ ഹിക്മത്ത്. ആ പ്രവാചകന്റെ നടത്തം, ആ പ്രവാചകന്റെ ഇരുത്തം, ആ പ്രവാചകന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി, ആ പ്രവാചകൻ കിടന്നുറങ്ങുന്ന രീതി, ആ പ്രവാചകൻ നടക്കുന്ന രീതി, എല്ലാം ആ പ്രവാചകനെ കണ്ടു വേണം പഠിക്കാൻ എന്നുള്ളത് കൊണ്ടാണ്. വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലാ. ഇനി എങ്ങാനും ഇവരിലേക്ക് പറഞ്ഞയക്കുന്ന ആളെ നമ്മൾ മലക്കുകളാക്കുകയായിരുന്നുവെങ്കിൽ ആ മലക്കുകളെയും നമ്മൾ മനുഷ്യനാക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലു നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിഷയം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്ത് നിന്നും എന്തിനാണ് പ്രവാചകന്മാരെ ഇങ്ങോട്ട് വിടുന്നത്? ആ പ്രവാചകനെ കണ്ട് അവരുടെ മഅയ്യത്തും അവരുടെ സുഹ്ബത്തും അവരുടെ സഹവർത്തിത്വവും അവരെ കണ്ടു പഠിക്കലും അല്ലാഹു നമുക്ക് ലക്ഷ്യമാക്കി എന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയായിട്ടാണ് ഹബീബുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതരണം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് പ്രവാചകന്മാരില്ല. പിന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ലാ നബിയ ബഅദീ, എന്റെ ശേഷം ഇനി ഒരു പ്രവാചകനും ഇവിടെ വരാനേ ഇല്ല. എന്നാൽ ഹബീബ് നുബുവത്ത് കഴിഞ്ഞ നബിയാണല്ലോ. ആ നബിമാർക്ക് അനന്തരമായി ഇനി ഈ ലോകത്ത് വരാനുള്ളത് ആരാ? അൽ-അംബിയാ എന്ന് പറയുന്ന അഫ്ളലുൽ ബശറായ നബിമാരുടെ പാരമ്പര്യം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മത്തെ പിടിച്ചു നിർത്തുന്നത് ആരിലൂടെയാണ്?
അംബിയാക്കൾ എന്ന് പറയുന്ന ഈ ഏറ്റവും ശ്രേഷ്ഠരായ, ഈ അദ്വിതീയരായ, ഈ അഗ്രേസരരായ നബിമാരെന്ന ഏറ്റവും വലിയ പവറിൽ, ഹൈ പവറിലുള്ള ആളുകൾ, അവരുടെ വഫാത്തിന്റെ ശേഷം അവർക്ക് അനന്തരമായി വരേണ്ടത് ഉലമാക്കളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കളുടെ വറസത്ത്, അംബിയാക്കളുടെ വാരിഥ്യങ്ങൾ, അംബിയാക്കളുടെ അനന്തരം, അംബിയാക്കളുടെ അനന്തരാവകാശികൾ, അത് പണ്ഡിത മഹത്തുക്കളാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെയൊക്കെ വലിയ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. ഇന്നിവിടെ ഈ മഹത്തായ നഗരിക്ക് നാമധേയം നൽകപ്പെട്ടിരിക്കുന്നത് ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ ആ സുന്ദരമായ ആദരണീയമായ നാമമാണ്. അത് വെറുതെ അങ്ങ് വന്നതല്ല, ശംസുൽ ഉലമ. അതേപോലെ ഈ സന്ദർഭത്തിൽ ആണ്ട് കഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മഹാനാണ് ശംസുൽ ഉലമയുടെ ഉസ്താദ് കൂടിയായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹും. സമസ്തയുടെ ഉലമാക്കളുടെ എല്ലാവരുടെയും ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു ജല്ല ജലാലു നമ്മുടെ സകലമാന പാപങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് നബിമാരിൽ നിന്ന് അത് നേരെ പോയത് ആരിലേക്കാണ്? അവിടുത്തെ സ്വഹാബാ കിറാമിലേക്കാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പരമപ്രധാനികൾ എന്ന് പറഞ്ഞാൽ അത് അസ്ഹാബുൽ ബദറാണ്. അസ്ഹാബുൽ ബദർ വലിയ മഹാന്മാരാണ്. എല്ലാ ബലാലും ആപത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ അമൈക്കാക്കണം യാ റബ്ബനാ. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ആപത്ത് മുസീബത്തുകളും ആഫത്ത് മുസീബത്തുകളും ഞങ്ങളെ തൊട്ടിനി അകറ്റണേ അല്ലാഹ്. ഇത് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ അസ്ഹാബുൽ ബദർ? പരിശുദ്ധ നബി തങ്ങളാണ് നമ്മളിലേക്ക് ദീൻ കൊണ്ടുവന്നത്. ആ നബിയെ കിട്ടി എന്നതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു ആയത്തിലൂടെ കാര്യം നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ടല്ലോ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലാ. ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു പരിശുദ്ധ മുഹമ്മദ് മുസ്തഫാനെ ഇങ്ങോട്ട് വിട്ടു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഉമ്മത്തിന് കിട്ടി എന്നതാണ് ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അനുഗ്രഹം അത്രേ. ഇത് ഞാൻ പറഞ്ഞല്ല, പരിശുദ്ധ ഖുർആൻ. ലഖദ് മന്നല്ലാഹ്, അല്ലാഹു വലിയ മിന്നത്തായി, റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമായി പടച്ച റബ്ബ് എടുത്തു പറഞ്ഞിരിക്കുക. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫാനെ പറഞ്ഞയച്ചു എന്നുള്ളത്. അതുകൊണ്ട് നമ്മളൊന്ന് ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പോരാ. അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കോലത്ത് തന്നെ നല്ല റാഹത്തോടെ ഇവിടുന്ന് ഹബീബ് റസൂലുള്ളാഹിന്റെ ഇഷ്ടത്തിൽ അല്ലാഹുവിന്റെ പ്രീതിയിൽ ജീവിച്ച് മരണമടയാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ വിഷയം മഹാന്മാരുടെ കാലടിപ്പാടുകൾ. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലടിപ്പാട് നേരിട്ട് കണ്ട ആളുകളാണ് അസ്ഹാബിമാർ അല്ലെങ്കിൽ സ്വഹാബത്തുമാർ. അവരുടെ അസ്ഹാബുൽ ബദറാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആളുകൾ. അസ്ഹാബുൽ ബദറിന്റെ മഹത്വം പറയുമ്പോ ഇന്ന് പ്രത്യേകിച്ചും ഇവിടെ മജ്ലിസുൻ നൂറിന്റെ വാർഷികം കൂടിയാണ്. ആ അസ്ഹാബുൽ ബദർ എത്രമാത്രം ഹബീബ് റസൂലുള്ളാഹിക്ക് വേണ്ടി അവരുടെ ശരീരത്തെ, അവരുടെ മനസ്സിനെ എല്ലാ നിലക്കും റസൂലുള്ളാഹിയിലേക്ക് തിരിച്ചുവിട്ടു എന്നോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അസ്ഹാബുൽ ബദറിന്റെ ഒരു സംഭവം നമുക്ക് ഇവിടെ ഉദ്ധരിക്കാം ഇൻഷാ അല്ലാഹ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. യാസീനിൽ ഹബീബു നജ്ജാറിന്റെ കഥ പറയുന്നുണ്ട് അല്ലാഹു ജല്ല ജലാലുഹു. ഹബീബു നജ്ജാർ എന്ന് പറഞ്ഞാൽ അത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിലുള്ള അവിടുത്തെ പ്രവാചകന്മാർ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൂതന്മാർ, ആ ദൂതന്മാരെ സഹായിച്ചതിന്റെ പേരിലുള്ള സംഭവമാണ് ഹബീബ് നജ്ജാറിന്റെ കഥയായി അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അതിന്റെ ഖൽബുൽ ഖുർആനായ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീൻ അതിൽ അല്ലാഹു ഉദ്ധരിക്കുന്നത്. യാസീൻ സൂറത്ത് ഇന്ന് മഗ്രിബിന് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓതാത്ത ആളുകളൊക്കെ കഴിവിന്റെ പരമാവധി. പണ്ടൊക്കെ അത് മനസ്സുകളിൽ അത് ബൈഹാർട്ടാക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് പഠിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് പോലും പറയും. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എത്രയോ കേട്ടതാ, നിനക്ക് യാസീൻ അറിയില്ലേ?
യഥാർത്ഥത്തിൽ മുസ്ലിം ആവില്ല എന്നൊക്കെ പറയും. കാരണം യാസീനിന്റെ മഹത്വമാണ് അതിനെ കാണാപ്പാടം നമ്മുടെ മനസ്സിൽ പഠിക്കണമെന്നുള്ള അത്രക്കുമുള്ള നിർബന്ധം പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് ഈ കാലങ്ങളിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് പറയാനാ ഞാനിപ്പോൾ പറയും. ഇപ്പോ സീസോൺ കലോത്സവം, ഇന്റർസോൺ കലോത്സവം ഒക്കെ നടക്കുകയാണ്. അപ്പൊ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഒരു ഡയലോഗ് തന്നെ പഠിച്ച് പിന്നെയും പറഞ്ഞ് പിന്നെയും അത് എന്താ പറയാ വെള്ളം പോലെയാക്കി ഒരുപാട് പ്രാക്ടീസ് അധ്വാനമുണ്ടാവും. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു യാസീനും തബാറക്കയും ഒക്കെ നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം എന്ന് നബി വല്ലാണ്ട് കൊതിച്ചിട്ടുണ്ട്. ആ കൊതി നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കണം. അതുകൊണ്ട് നാളെ തന്നെ യാസീൻ അറിയോ എന്ന് പ്ലസ് ടു കാരിയോട് ചോദിക്കണം, ഉമ്മ പ്ലസ് 1-കാരനോട് ചോദിക്കണം, SLC കാരനോട് അറിയോ എന്ന് ചോദിക്കണം. എപ്പോഴെങ്കിലും എങ്ങനെങ്കിലും നോക്കി ഓതുന്നതിനപ്പുറം കാണാപ്പാടം കൂടി ഇൻഷാ അല്ലാഹ് തബാറക്കയും യാസീനും ഒക്കെ മനസ്സിലുണ്ടാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. മഗ്രിബിന് ആരെങ്കിലും ഓതിയാൽ സുബഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് അന്ന് തലേന്ന് ചെയ്ത സകലമാന തെറ്റുകളും അല്ലാഹു മാപ്പാക്കി കൊടുക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. സൂറത്ത് യാസീനിന്റെ പവറാണ്. മൻ ഖറഅ സൂറത്ത് യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു, ആരെങ്കിലും മഗ്രിബിന് സൂറത്ത് യാസീൻ ഓതിയാൽ നേരം പുലരുമ്പോഴേക്ക് സകല പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബുനാ റസൂലുള്ളാഹി. അതിൽ അല്ലാഹു തആല പറയാണ്, ഇത് ഖൽബാണ്, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ്. ഈ യാസീൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാളെ സ്വർഗ്ഗലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സൂറത്തുകളും പോകും, എല്ലാം ബ്ലാങ്ക് ആവും, ഹൃദയമെല്ലാം കാലിയാകും. പക്ഷേ സ്വർഗ്ഗക്കാരുടെ നാവിൻ തുമ്പിലൂടെ 2 അധ്യായങ്ങൾ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് സൂറത്തു യാസീനാണ്, മറ്റൊന്ന് ത്വാഹയാണ്. രണ്ടും ഹബീബിന്റെ പേരുകളാണ്. ത്വാഹ, യാസീൻ, ഇത് രണ്ടും മുത്ത് മുഹമ്മദ് മുസ്തഫാന്റെ പേരുകളാണ്. അത് വേറെ അത്ഭുതമാണ്. ഇരിക്കട്ടെ, ഈ യാസീനിൽ ഒരുപടി കഥകളുണ്ട്. ആ കഥകളുടെ കൂട്ടത്തിൽ അല്ലാഹു ജല്ല ജലാലു പറയുന്ന ഒരു ചരിത്രമാണ് മഹാനായ ഹബീബ് നജ്ജാർ എന്ന മഹാന്റെ കഥ. എന്തായിരുന്നു അത്? وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. ആ മഹാനായ ഹബീബ് നജ്ജാർ, അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ പണി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പണി കേവലം ചൂളയിൽ വെച്ചുകൊണ്ട് ബിംബമുണ്ടാക്കുക, ഐഡൽസ്, ബിംബങ്ങളുടെ നിർമ്മാണമാണ്, മാനുഫാക്ചറിംഗ് ആണ്. ബിംബങ്ങൾ നിർമ്മിക്കുക, എന്നിട്ടോ അത് ചൂളയിൽ വെച്ചുകൊണ്ട് വിൽപ്പന നടത്തുക. പിന്നെയോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പണികളിലാണ് ഒന്നുകിൽ ഈ ചൂളയിൽ വെച്ച് ബിംബമുണ്ടാക്കുന്ന പണിയാണ്. അതുപോലെ ഇസ്ലാമിനൊരിക്കലും നിരക്കാത്ത, കാരണം അദ്ദേഹം മുസ്ലിമുമല്ലല്ലോ, ആ രീതിയിലുള്ള പണിയെടുത്തു നടക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൂതന്മാർ അൻത്വാഖിയ എന്ന നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അത് അഭിപ്രായ പ്രകാരം മഹാനായ പത്രോസും അതുപോലെ തന്നെ പൗലോസും അഭിപ്രായമുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഹബീബ് നജ്ജാറിന്റെ പിതാവിനെ കാണാനിടയായി. അദ്ദേഹം കണ്ടപാടെ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദൂതന്മാരാണ്. നിങ്ങൾ എന്തിനു പോകുന്നു? ഇവിടെ അൻത്വാഖിയ എന്നൊരു ഗ്രാമമുണ്ടല്ലോ, അവിടെ ഇസ്ലാമിന്റെ പ്രബോധനം നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ ഈസാ നബിന്റെ ദൂതന്മാരാണ് എന്നതിന്റെ അടയാളം വല്ലതുണ്ടോ? വല്ല ബയ്യനത്തുമുണ്ടോ? വല്ല തെളിവും കാട്ടിത്തരാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു, എമ്പാടുമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഏറ്റവും വലിയ ഭിഷഗ്വരന്മാരിൽ ഭിഷഗ്വരനായിരുന്നു, ഡോക്ടർമാരിൽ ഡോക്ടറായിരുന്നു. മരണപ്പെട്ട് കിടക്കുന്ന ആളുകളെ പുനർജീവിപ്പിക്കുമായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹി ഇസ്ലാം. ആ പണിയൊക്കെ ഞങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. ഏത് മാറാത്ത രോഗം നിങ്ങൾ മാറ്റിത്തരുമോ? ഓ, മാറ്റിത്തരും, ഒരു കുഴപ്പമില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. എന്റെ വീട്ടിലുണ്ട് 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ജനിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെയാണ്, ഒന്ന് ശരിയാക്കി തരാമോ? കുഴപ്പമില്ലല്ലോ, എന്ന് കാണാം. അങ്ങനെ ഹബീബ് നജ്ജാറിനെ കാണാൻ പോവാൻ. ഈ ഹബീബ് നജ്ജാറിനെ കാണാൻ ഈ രണ്ടുപേരും, അഥവാ ഇദാ അർസൽനാ ഇലൈഹിം മുസ്നൈൻ ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസ് فعززنا بثالث فقالوا إنا إليكم مرسلون. രണ്ടു പേര് ആദ്യം വിടുന്നു, ഈ രണ്ട് ദൂതന്മാർ. ആ ദൂതന്മാർ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഹബീബ് നജ്ജാറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാപ്പ പറഞ്ഞു, ഇതാണ് എന്റെ മകൻ, ബെഡ് റിഡനാണ്, അവിടെ കിടപ്പിലാണ്. സുബ്ഹാനല്ലാഹ്, പാവം.
എത്രയോ കാലമായി ഒരേ കിടപ്പിലാണ്. എന്നിട്ട് എന്തോന്ന് മന്ത്രിച്ചു. മിൻ മഫറഖി റഅസിഹി ഇലാ ഖദമിഹി, തലന്റെ മുകൾ ഈ തലന്റെ ഈ പെരടി ഭാഗം മുതൽ മുൻഭാഗം മുതൽ കാല് വരെ എന്തോ ഒന്ന് ചൊല്ലി മന്ത്രിച്ചു. അതോടുകൂടി അദ്ദേഹം തട്ടിപ്പടഞ്ഞ് എണീറ്റു. ശിഫയായി രോഗം മുഴുവനും മാറി. വല്ലാത്ത സന്തോഷമായി. സന്തോഷത്തിന്റെ ആധിക്യത്താൽ പിതാവിന്റെ ചോദ്യം വരുന്നു, എന്ത് സമ്മാനമാണ് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ഒരു സമ്മാനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. പരിശുദ്ധനായ അല്ലാഹ്, ഈ ലോകം പടച്ച അല്ലാഹ്, നിങ്ങളെ പടച്ച അല്ലാഹ്, ഞങ്ങളെ പടച്ച അല്ലാഹ്, അല്ലാഹുവിൻ്റെതാണല്ലോ ഈ ലോകം. അവനെ ഒന്ന് വിശ്വസിച്ച് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ടതില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവർ വിശ്വസിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്. ഈസാ നബിയുടെ കാലമാണ്. അപ്പൊ ഈസാ റസൂലുള്ളാഹ് ആയിക്കോട്ടെ, മുസ്ലിമായി. എന്നിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ, നിങ്ങൾ അന്താഖിയയിലേക്ക് പോകല്ലേ എന്ന്. ആ പ്രവാചകന്മാർ, ആ പ്രവാചകന്റെ ദൂതന്മാർ പോകുന്ന വഴി മധ്യേ അവർ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളേണ്ടി എന്ന് അവരോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആരോ അന്താഖിയയുടെ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് വരുന്നത്. ഭയങ്കര മടി നടക്കുകയാണ്. അങ്ങാടിയിൽ പൊരിഞ്ഞ തല്ല് നടക്കുന്നു. ഏതോ 2-3 ആളുകളെ ജനങ്ങൾ പഞ്ഞിക്കിട്ട് തല്ലാണ്, പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ഹബീബ് നജ്ജാറിന് മനസ്സിലായി, സുബ്ഹാനല്ലാഹ്, നേരത്തെ ഇവിടെ നിന്നും പോയ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാർ അവരായിരിക്കും ഒരുപക്ഷേ ആ ജനങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഹബീബ് നജ്ജാർ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയ ഉടനെ തന്നെ അവരുടെ കൂടെ എങ്ങനെ നിന്നു. അവരടിച്ച് പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവാചകന്മാരെ. അപ്പോഴാണ് ആ പ്രവാചകന്റെ ദൂതന്മാരെ തല്ലിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹബീബ് നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇപ്പങ്ങട്ട് ഇസ്ലാമിലേക്ക് വന്നതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഈമാൻ വളരെ പ്രധാനം, അതങ്ങ് കൊണ്ടതേയുള്ളൂ. കയറി ചെന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അതിനെ പറ്റിയാണ് യാസീൻ പറയുന്നത്. ആ പട്ടണത്തിന്റെ അങ്ങേ ദൂരത്തു നിന്നും ഒരു മനുഷ്യൻ ഓടി വന്നു. ഓടി വന്നു മിന്നഖ്സുൽ മദീന, ആ പട്ടണത്തിന്റെ അന്താഖിയ പട്ടണത്തിന്റെ അങ്ങേ ഭാഗത്തു നിന്നും റജുൽ, ഒരു മനുഷ്യൻ ഓടി വന്നു. ഓടിക്കതച്ച് വരികയാണ്. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്താണ് ഖൗമേ നിങ്ങളുടെ അവസ്ഥ? ഇത്തബിഉൽ മുർസലീൻ, ഈ പ്രവാചകന്മാർ നിങ്ങൾക്ക് അനുസരിച്ചുകൂടെ? അവർ പറയുന്നത് കേട്ടൂടെ? ഇത് പ്രവാചകന്റെ ദൂതന്മാരാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹിദായത്തിന്റെ വഴി സ്വീകരിച്ചുകൂടാ എന്ന് സ്വന്തം നാട്ടുകാരോട് ഈ പ്രവാചകന്മാരുടെ ദൂതന്റെ കൂടെ നിന്നുകൊണ്ട് ഈ മഹാനായ ഹബീബ് നജ്ജാർ പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് വല്ലാത്ത അരിശമായി. നാട്ടുകാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാരെല്ലാവരും ഇവർക്കെതിരായി. നാട്ടുകാരെല്ലാവരും പറഞ്ഞു, ഇനി അവരെ വിട്ടേക്ക്, ഇവനെ പിടിച്ച് തല്ലാൻ നമുക്ക്. ഇവനാരാ? ഇവൻ നമ്മുടെ നാട്ടുകാരനല്ലേ? ഇവൻ എങ്ങനെ പുറത്തു നിന്ന് വന്ന ഈ ദൈവദൂതന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ ഇവൻ കോപ്പ് കൂട്ടുക? ഇവനെയാണ് ആദ്യം ശരിയാക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ നാട്ടുകാർ പൊതിരെ തല്ലി ഹബീബ് നജ്ജാറിനെ. അവരെ തല്ലി എന്ന് മാത്രമല്ല, തച്ച് ആ മനുഷ്യനെ താഴെയിട്ടു എന്ന് മാത്രമല്ല, ഇടിച്ചു പിന്നെയും കുത്തി. പിന്നെ അദ്ദേഹത്തിന്റെ മലദ്വാരത്തിലൂടെ ബേക്ക് ഭാഗത്തുകൂടെ ചവിട്ടി കൊടല് പുറത്തു ചാടി. ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന സംഭവമാണ് സൂറത്തു യാസീൻ. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون. എന്നെ പടച്ച നിങ്ങളെ പടച്ച അല്ലാഹുവിനെ എനിക്ക് ആരാധന കർമ്മ ചെയ്യാതിരിക്കാൻ, ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത് എന്നൊക്കെ വയല് പറഞ്ഞു കൊടുത്തു അവരോട്. അവർ തച്ചു, പൊതിരെ തല്ലി. ആ മനുഷ്യന്റെ കുടൽ ബാക്ക് മലദ്വാരത്തിലൂടെ പുറത്ത് ചാടി. ആ സാധു മരിച്ചുപോയി. അപ്പോൾ സൂറത്ത് യാസീൻ ഇനി പറഞ്ഞു നോക്കണേ, അദ്ദേഹത്തിന്റെ വഫാത്ത് കഴിഞ്ഞു. ഖീല ഉദ്ഖുലിൽ ജന്നഹ്, ഖീല ഉദ്ഖുലിൽ ജന്നഹ്, ഖീല പറയപ്പെട്ടു ഹബീബ് നജ്ജാർ വഫാത്തായി. അദ്ദേഹത്തെ ഖബറടക്കം ചെയ്തു. ഖബറിലെത്തിയ പാടെ അല്ലാഹു ഹബീബിനോട് പറയാണ്, ഹബീബേ
ഹബീബു നജ്ജാർ കടന്നോളൂ സ്വർഗത്തിലേക്ക്. ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക ഹബീബേ, നീ നേരെ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. സംഭവം ഇന്നലെ കണ്ട് ഇസ്ലാമിക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ അന്ന് രാവിലെ ഇസ്ലാമിക്ക് വന്നിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈമാനിന്റെ പവർ ഉണ്ട്. അള്ളാഹ് പറഞ്ഞു ഉദ്ഖുലിൽ ജന്ന, ഹബീബേ നീ സ്വർഗത്തേക്ക് പോയിക്കോ എന്ന്. അപ്പൊ കാല ഹബീബ് നജ്ജാർ ആ ഖബർന്ന് പറയുന്ന വർത്തമാനമാണ് സൂറത്ത് യാസീൻ. അപ്പൊ ഖബറിലുള്ളവർ കേൾക്കോ സംസാരിക്കോ എന്നൊക്കെ വെറുതെ ഇടങ്ങാറാണ്ട. സൂറത്ത് യാസീനിൽ കൃത്യമായിട്ട് മറുപടിയാണ് കാല. അദ്ദേഹം പറയാണ്, എന്താ പറഞ്ഞത്? ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഓ, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എന്ത് അറിഞ്ഞിരുന്നെങ്കിൽ? ബിമാ ഗഫറ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്ന വിഷയം, എന്റെ എല്ലാ പാപങ്ങളും പടച്ച റബ്ബ് എനിക്ക് പുറത്തു തന്ന വിവരം എന്റെ ജനത അൻത്വാഖിയക്കാർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്ന വിവരം എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ വജഅലനി മിനൽ മുക്രമീൻ, എന്റെ റബ്ബ് എന്നെ മാന്യന്മാരിൽ പെടുത്തിയ വിവരവും എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അല്ലാഹു ജല്ല. വിഷയിരിക്കട്ടെ, അത് കഴിഞ്ഞു. ഇനി യാസീൻ നേരെ അപ്പുറത്തേക്ക് പോവാണ്. വമാ അൻസൽനാ അലാ ഖൗമി, എന്താ സംഭവം എന്നറിയോ? ഈ ഹബീബ് നജ്ജാറിനെ കൊന്നവർക്കെതിരെയുള്ള പടച്ചോന്റെ അരിശമാണ്. പടച്ചോൻ അങ്ങോട്ട് ഫുൾ സ്ട്രോങ്ങിലാണ് നിലപാടാണ്ട് മാറ്റി. ഈ ഹബീബ് നജ്ജാർ സത്യത്തിൽ എന്തേ സംഭവിച്ചിട്ടുള്ളൂ? ഹബീബ് നജ്ജാർ തന്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാനായ പ്രവാചകൻ, നമ്മുടെ ഹബീബിന്റെ തൊട്ട് മുമ്പ് വന്ന ആൾ ഈസാ നബി അലൈഹി സ്വലാം എന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ അനുയായികളായി നമ്മുടെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ തങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് ഈസാ നബിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്. ആ വക്താക്കൾ പ്രബോധന പ്രവർത്തനവുമായി അന്ത്വാഖിയയിൽ വന്നപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മണ്ടിപ്പോയ ആളാണ് ആര്? മദീനത്തി, ആ പട്ടണത്തിന്റെ അങ്ങേ മൂലയിൽ നിന്ന് ഒരാൾ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി എന്നല്ല പറഞ്ഞു. വിഷയം അതാണല്ലോ. അപ്പോൾ അയാളെ അടിച്ച് പഞ്ഞിക്കിട്ടിട്ട് കൊന്നു കളഞ്ഞു. ആര്? ആ നാട്ടുകാർ കൊന്നു കളഞ്ഞു. അപ്പൊ അള്ളാന്റെ പ്രതികരണം എന്തായി കേട്ടോളൂ. ആകാശത്തിൽ നിന്നൊരു സൈന്യത്തെ നമ്മൾ ആ ഹബീബ് നജ്ജാർ വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ പ്രവാചകന്റെ ആ വക്താക്കളെ സഹായിക്കാൻ വേണ്ടി പോയ ആ ഒരാളെ നശിപ്പിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു ആ നാട്ടുകാർ. അതിന്റെ പേരിൽ അള്ളാഹു ചെയ്ത അരിശം നോക്കണം നിങ്ങൾ. എമ്മാതിരി ട്രീറ്റ്മെന്റ് ആണ് അള്ളാഹു നടത്തിയത്. ആ നാട്ടുകാരെ മൊത്തത്തിൽ അള്ളാഹു കൊന്നുകളഞ്ഞു. മനസ്സിലാക്കണം. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലിൻ ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോഴേക്കും അവരെല്ലാവരും കുട്ടിച്ചോറായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീൻ. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ സയ്യിദുനാ ഈസാ നബി നാലാം കാറ്റഗറിക്കാരനാണ്. ഒന്നാമത്തെ കാറ്റഗറിയിൽ പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, രണ്ടാമത്തേത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി, മൂന്നാമത്തേത് കലീമുല്ലാഹി മൂസ നബി, നാലാമത്തേത് സയ്യിദുനാ ഈസാ നബി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സയ്യിദുനാ നൂഹ് നബി, പിന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം എന്ന നാലാം കിടക്കാരൻ അല്ലെങ്കിൽ നാലാം കാറ്റഗറിയിലുള്ള പ്രവാചകൻ, ആ പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾക്കെതിരിലുള്ള അള്ളാഹുവിന്റെ അരിശം ഇത്രമേൽ ഗൗരവമായിരുന്നു എങ്കിൽ ബദരീങ്ങൾ ആരാണ്? ഒന്നാം കിടക്കാരനായ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ, ഒന്നാം കിടക്കാരനായ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ വേണ്ടി ബദറിന്റെ രണഭൂമിയിലേക്ക്, അടർക്കളത്തിലേക്ക്, പോർക്കളത്തിലേക്ക് ചാടി വീണ ആൾക്കാരായിരുന്നു അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദി മിൻഹും അജ്മഈൻ. അവരുടെ മഹത്വം വിളിച്ചോതുന്ന മജ്ലിസ് നൂറിന്റെ വേദിയിലാണ്, അതിന്റെ വാർഷിക വേദിയിൽ, നാലാം വാർഷികത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.